ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മുഹമ്മദൻ എസിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആദ്യം ഗോൾ വഴങ്ങിയത്. മത്സരത്തിൻ്റെ 42-ാമത്തെ മിനിറ്റിൽ മഹിതോഷ് റോയ് ഒരു കിടിലൻ ലോങ് റേഞ്ച് ഗോൾ നേടുകയായിരുന്നു. തകർപ്പൻ ഷോട്ടായിരുന്നു അത്. അർഷ് അൻവർ ഷെയ്ഖിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു മികച്ച ഗോളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല രൂപത്തിൽ കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യ പകുതിയിലെ പ്രകടനം തന്നെ ആവർത്തിക്കണം, ആ കളിശൈലി മാറ്റരുത് എന്നുള്ള കാര്യം ആദ്യ പകുതിക്ക് ശേഷം അഥവാ ഹാഫ് ടൈമിൻ്റെ സമയത്ത് താൻ താരങ്ങളോട് പറഞ്ഞു എന്നാണ് ആഷ്ലി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശൂന്യതയിൽ നിന്നാണ് അവരുടെ ഗോൾ പിറന്നത്, പക്ഷെ അതൊരു കിടിലൻ ഗോളായിരുന്നു. ഫുട്ബോളിൽ ഇതൊക്കെ നോർമലായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഏകദേശം 30 വാര അകലെ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. ചില സമയത്ത് നമ്മൾ നന്നായി കളിച്ചാലും ഇത്തരത്തിലുള്ള ഗോളുകൾ വഴങ്ങേണ്ടി വരും. അതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ ഒരു മികച്ച അവസരം നഷ്ടപ്പെടുത്തിയത്. ആ ഗോൾ വഴങ്ങുന്നതിന് മുൻപ് നന്നായി കളിച്ചത് ഞങ്ങൾ തന്നെയാണ്. അവരിൽ നന്നായി പ്രഷർ ചെലുത്തി, നല്ല ക്രോസുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. അതിനുശേഷമാണ് ആ ഗോൾ പിറന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ശൈലിയിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അത്. ഹാഫ് ടൈമിൻ്റെ സമയത്ത് എൻ്റെ താരങ്ങളോട് ഞാൻ അതാണ് പറഞ്ഞത്. അതായത് കളിശൈലി മാറ്റരുത് എന്നുള്ളത് അവരോട് പറഞ്ഞു. ഇപ്പോൾ കളിക്കുന്ന രൂപത്തിൽ തന്നെ കളിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കളിച്ചാൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് ഞാൻ അവരെ ഉണർത്തിയിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. കൂടുതൽ ഗോളുകൾ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആരാധകർക്ക് വേണ്ടി വിജയം നേടണമെന്ന ഒരു ആറ്റിറ്റ്യൂഡ് താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞത്. അതായത് ആ ഗോൾ നേടിയത് അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു മുൻപും അതിന് ശേഷവും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മികച്ച രൂപത്തിൽ കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കംബാക്ക് സാധ്യമായത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.